മണിയുടെ പഞ്ചായത്തിൽ ദുരിതം വിതച്ച മഴക്കെടുതിയുടെ നാശനഷ്ടങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും വിലയിരുത്താൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. തകർന്ന വീടുകളുടെയും കൃഷിയുടെയും കൃത്യമായ കണക്കുകൾ തിട്ടപ്പെടുത്തി സമർപ്പിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തദ്ദേശ ജനപ്രതിനിധികളും RDO അടക്കമുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ തകർന്ന വൈദ്യുതി ബന്ധം വേഗത്തിൽ പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ചർച്ചയായി. മണിയുടെ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ കൂടിയ അവലോകന യോഗം മണിയിടിലെയും സമീപ പ്രദേശങ്ങളിലെയും നാശനഷ്ടങ്ങൾ വിലയിരുത്തി. വീടുകൾക്കും കൃഷിക്കുമുണ്ടായ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. അതേസമയം മണിയിടിൽ 17 വീടുകൾ പൂർണ്ണമായും തകർന്നതായാണ് ജനപ്രതിനിധികളുടെ കണക്ക്. 100ഓളം വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. വൈദ്യുതി വകുപ്പ് ജീവനക്കാരും കരാർ ജീവനക്കാരും പുറമേ നിന്നുള്ള ജീവനക്കാരും ചേർന്ന വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണിപ്പോഴും. ദുരിതബാധിത പ്രദേശങ്ങളിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനഃസ്ഥാപനം, നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് എന്നിവ യോഗത്തിൽ ചർച്ചയായി. തകർന്ന വൈദ്യുതി പോസ്റ്റുകൾ അടിയന്തരമായി മാറ്റി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ സോമൻ, മണിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം ബിനി ഷാജി, മൂവാറ്റുപുഴ RDO C പ്രേംജി, തഹസിൽദാർ KG അജിത് കുമാർ എന്നിവരും വൈദ്യുതി വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KN ഗോപി, പിറവം അസിസ്റ്റന്റ് എഞ്ചിനീയർ A അനൂപ്, പാമ്പാക്കുട അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷ്ണു സുകുമാർ, കണയന്നൂർ അസിസ്റ്റന്റ് തഹസിൽദാർ എന്നിവരും വില്ലേജ് ഓഫീസർമാരും കൃഷി ഓഫീസർമാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. എടുത്തിരിക്കുന്ന 2-3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, ഒന്ന്, ഏറ്റവും വേഗം വൈദ്യുതി പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. വൈദ്യുതി മാക്സിമം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. പല സ്ഥലത്തും മാൻ പവറിന്റെ പ്രശ്നങ്ങൾ, ആളുടെ ഷോർട്ടേജും മെറ്റീരിയൽ ഷോർട്ടേജുമാണ് KSEBക്കാർ പറയുന്നത്. പിന്നെ മൂവാറ്റുപുഴ തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നമ്മുടെ വീടുകളിലെല്ലാം കണക്കെടുപ്പ് പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുമ്പോഴാണ് എത്രമാത്രം വീടുകൾക്ക് പൂർണ്ണമായ നാശം ഉണ്ടായിട്ടുണ്ടെന്ന് കണക്കാക്കാൻ കഴിയും. പൂർണ്ണമായ നാശം സംഭവിച്ച വീടുകൾക്ക് ഏകദേശം 4 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം കൊടുക്കും. പൂർണ്ണമായി. ഭാഗികമായുള്ള വീടുകൾക്ക് അതിൻ്റെ ശതമാനം അനുസരിച്ച് അതിൻ്റെ തുക ലഭ്യമാവുകയുള്ളൂ. എന്താണെങ്കിലും ഇപ്പോൾ രാമമംഗലം, പാമ്പാക്കട, പിറവം, മുളന്തുരുത്തി, മണിയുടെ അടക്കം ചോറ്റാനിക്കരയുണ്ട്, ആമ്പല്ലൂര് ഏതാനും വീടുകൾക്കുണ്ട്. അതായത് 2 താലൂക്കുകളിലായിട്ട്, കണയന്നൂർ, മൂവാറ്റുപുഴ താലൂക്കുകളിലായിട്ട് തകർന്ന എല്ലാ വീടുകളുടെയും കൃഷിയുടെയും പൂർണ്ണമായ കണക്കെടുത്ത് ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിറവം. നമ്മുടെ കുഞ്ഞോമനകളുടെ നല്ല ഭാവിക്ക് നല്ല തുടക്കം അനിവാര്യമാണ്. അതിനായി ഞാൻ നിർദ്ദേശിക്കുന്നു സാൻഫോർഡ്. പഠനം ഇവിടെ ആരംഭിക്കുന്നു.